ഇന്ന് നമുക്കൊരു മൺചട്ടി മത്തിക്കറി ഉണ്ടാക്കിയാലോ? നമ്മുടെ നാട്ടിലൊക്കെ മത്തി എന്നാട്ടോ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് ചെയ്യണേ. വീഡിയോയിൽ കാണിക്കുന്ന പോലെ മത്തി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. 2 സവോള എടുത്ത് കട്ട് ചെയ്യുക. പച്ചമുളകും അടുപ്പത്തൊരു മൺചട്ടി വെക്കുക. അതിലേക്ക് ജീരകവും ഉലുവയും ഇട്ട് നന്നായിട്ട് വാറ്റുക. ശേഷം കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ അതിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വാട്ടിക്കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചതച്ചെടുക്കുക. വെളുത്തുള്ളി നമ്മൾ തോല് കളയുന്നില്ല കേട്ടോ. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർക്കുന്ന പരിപാടിയാണ്. ഞാനിവിടെ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് 1 ടീസ്പൂണാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഈ ഒരു രീതിക്ക് കിട്ടണം. നല്ലൊരു പഴുത്ത തക്കാളി എടുത്ത് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേറൊരു പാൻ എടുക്കുക. പാൻ നല്ലോണം ചൂടാവണം. ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ടുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് തേങ്ങ ചിരവിയതെടുക്കുക. ഇതിലേക്ക് നേരത്തെ പാനിൽ ഇട്ട് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇപ്പോൾ നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ടാവും. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ആഡ് ചെയ്ത് കൊടുക്കണം. മീൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മീൻ എടുക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ 2 സൈഡും കുറുകെ കട്ട് ചെയ്തിട്ട് വേണം, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നേരെ പിടിക്കുള്ളൂ. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പ് കടുക് പൊട്ടിച്ചിടാം. ഈ രീതിക്കൊന്ന് മീൻകറി ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. മീൻകറി കഴിക്കാത്തവരും കൂട്ടിപ്പോവും. അത്രയ്ക്ക് ടേസ്റ്റാണ്.